ഈ മനുഷ്യൻ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും ബഹുമാനം കൊടുക്കുന്നതെന്ന് ആലോചിക്കുകയാണോ? ഈ കഥ മുഴുവൻ കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാവും. 1963 ബ്രൂക്ലിനിലുള്ള ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിലാണ് മൈക്കിൾ ജോർദൻ ജനിക്കുന്നത്. ഇദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോഴാണ് ബാസ്കറ്റ് ബോളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. തന്റെ സ്കൂളിൽ ഒരു ചെറിയ ടീമിൽ ജോയിൻ ചെയ്ത് അന്ന് മുതൽ ബാസ്കറ്റ് ബോൾ കളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയിരിക്കെ തന്റെ നാട്ടിൽ വലിയൊരു ബാസ്കറ്റ് ബോൾ ടൂർണമെന്റ് നടക്കുകയാണ്. തന്റെ സ്കൂളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതറിഞ്ഞ ജോർദൻ തന്റെ അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടും വളരെ സന്തോഷത്തിൽ ഇതിനെപ്പറ്റി പറയുകയുണ്ടായി. പക്ഷേ ഹൈറ്റ് കുറഞ്ഞതിന്റെ പേരിൽ സ്കൂൾ മാനേജ്മെന്റ് മൈക്കിൾ ജോർദാനെ പുറത്താക്കുകയാണ്. മനസ്സ് തകർന്ന ജോർദൻ സ്കൂൾ മാനേജ്മെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. എന്റെ കൂടെ കളിക്കുന്ന ബാക്കി പ്ലേയേഴ്സിന്റെ ജേഴ്സി എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നോളാം, എന്നെ കൂടെ ഫ്രീ ആയിട്ടൊന്ന് കൊണ്ടുപോകുമെന്ന്. മൈതാനത്ത് സ്വന്തം മകന്റെ കളി കാണാൻ വന്ന അച്ഛനും അമ്മയും കാണുന്നതാണെങ്കിലോ സ്വന്തം സുഹൃത്തുക്കളുടെ ജേഴ്സിയും കൊണ്ട് നടക്കുന്ന മൈക്കിൾ ജോർദാനെ. പക്ഷേ ഇതിലൊന്നും തളർന്നു പോവാതെ മുൻപത്തേക്കാൾ ഇരട്ടി എഫേർട്ട് ഇടാൻ തുടങ്ങുവാണ് മൈക്കിൾ ജോർദൻ. തൊട്ടടുത്ത വർഷം തന്നെ സ്കൂൾ ടീമിൽ സെലക്ട് ആവുകയും ടൂർണമെന്റിലേക്ക് ക്ഷണം കിട്ടുകയും ചെയ്തു. ആ ടൂർണമെന്റിൽ അദ്ദേഹത്തിന്റെ കളി കണ്ട് അന്ന് വരെ കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും എല്ലാം മാറ്റി പറയേണ്ടി വന്നു. തന്റെ 21ാമത്തെ വയസ്സിൽ ചിക്കാഗോ ബുൾസ് ടീമിൽ ജോയിൻ ചെയ്യുകയും 15 വട്ടം NBA കളിച്ച് 6 വട്ടം കിരീടം ചൂടുകയും ചെയ്തു. അത് മാത്രമല്ല, ലോകത്തിൽ തന്നെ ആദ്യമായി ബില്യണർ പട്ടം നേടുന്ന അത്ലറ്റും ഇദ്ദേഹമാണ്. ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും റെസ്പെക്ട് കിട്ടുന്നത്? ഇദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ട് ഇതാണ്: ടു ലേൺ ടു സക്സീഡ് യു മസ്റ്റ് ഫസ്റ്റ് ലേൺ ടു ഫെയിൽ. ഇൻസ്പയറിംഗ് അല്ലേ? സോ ഈ ഒരു കഥ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു.